സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള കേരള ജനതയുടെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കപ്പെട്ട 2000-ൽ പരം ഏക്കർ വസ്തു അന്യാധീനപ്പെട്ടു പോകുന്നത് ഒഴിവാക്കുവാൻ കോടതിയിലൂടെ ശക്തമായ നിയമ പോരാട്ടം നടത്തിയ 2 അഭിഭാഷകരാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. അഡ്വക്കേറ്റ് രാജേഷ് എം മേനോനും അഡ്വക്കേറ്റ് ബേബി സൈമണും. നാം എല്ലാവരും ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും. ചെറുവള്ളി എസ്റ്റേറ്റ് ഹാരിസൺ മലയാളം കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന ഒരു ട്രസ്റ്റിന് കോടിക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങി ഈ വസ്തുവകകൾ കൈമാറുകയുണ്ടായി. യഥാർത്ഥത്തിൽ 1955-ൽ സംസ്ഥാന സർക്കാർ 4 ലക്ഷത്തിൽ പരം രൂപ കൊടുത്ത് ഏറ്റെടുത്ത വസ്തുവാണ് ഇത്തരത്തിൽ അനധികൃതമായി കൈവശപ്പെടുത്തുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ 2 യുവ അഭിഭാഷകർ കോടതിയെ സമീപിച്ചതും ജനങ്ങൾക്ക് വേണ്ടി നീതി നടപ്പാക്കുന്ന പോരാട്ടത്തിന് ഇറങ്ങിത്തിരിച്ചത്. അവരുടെ പോരാട്ടത്തിൻ്റെ ആദ്യഘട്ടം അവർ വിജയിച്ചിരിക്കുകയാണ്. ഈ ഇടപാടുകളിൽ പങ്കാളികളായിട്ടുള്ളവരെ പ്രതികളാക്കിക്കൊണ്ട് ക്രിമിനൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് സ്റ്റേഷനുകളിൽ കേസെടുക്കുവാനുള്ള നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആദ്യമേ 2 പേർക്കും സ്വാഗതം. സാർ, ആദ്യമായി പ്രേക്ഷകർക്കായി ഈ കേസിൻ്റെ വസ്തുതകളൊന്ന് ചെറിയ വാക്കുകളിൽ വിവരിക്കാൻ സാധിക്കും. 1955-ൽ കേരള സർക്കാരിൻ്റെ ഇടവക റൈറ്റ്സ് അക്വിസിഷൻ ആക്ട് പ്രകാരം സർക്കാരിലേക്ക് എഴുതി കിട്ടിയ, അതായത് നഷ്ടപരിഹാര സംഖ്യ, മതിയായ നഷ്ടപരിഹാര സംഖ്യ അതിൻ്റെ അപ്പോഴുള്ള ഉടമസ്ഥർക്ക് കൈമാറിക്കൊണ്ട് സർക്കാരിന് വേണ്ടി പ്രമാണം ചെയ്ത് എഴുതി എടുത്തിട്ടുള്ള ഭൂമിയാണ് ഇപ്പോൾ ഈ തർക്കത്തിൽ ഉള്ള ഭൂമി, ഈ ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് നമ്മൾ പൊതുവായി അറിയുന്ന ഈ ഭൂമി. ആയത് കൈമാറ്റം ചെയ്യുവാനോ അത് വേറെ തരത്തിൽ ഉപയോഗിക്കുവാനോ സർക്കാരിന് അല്ലാതെ മറ്റാർക്കും യാതൊരു അവകാശവുമില്ല. എന്നാൽ കൂടിയും ഏത് സാഹചര്യത്തിലാണ് ഈ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത തരത്തിലുള്ള കൈമാറ്റങ്ങൾ നടത്തപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ആണ് നമ്മളെ ഈ കേസിലേക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നിയമ പോരാട്ടത്തിലേക്ക് വഴിതിരിച്ചു വിട്ട സംഭവം. കൃത്യമായി നോക്കിയപ്പോൾ സർക്കാരിൽ 1955-ൽ കാഞ്ഞിരപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ പ്രമാണം ചെയ്ത് കിട്ടിയിട്ടുള്ള ഭൂമി യാതൊരു അടിസ്ഥാനവുമില്ലാതെ കൈമാറ്റം ചെയ്യപ്പെട്ട് പോയിട്ടുള്ളതായും, ആയതിൽ ഉടമസ്ഥാവകാശമില്ലാത്ത ആളുകൾ ആയത് വീണ്ടും കൈമാറ്റം ചെയ്യുന്നതായും നമുക്ക് ബോധ്യപ്പെടുകയുണ്ടായി. ആയതിനെതിരെയാണ് നമ്മൾ ഈ പോരാട്ടം നടത്തുന്നത്. അപ്പം നിങ്ങൾ ഈ പോരാട്ടം നടത്തുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, വസ്തു കൈവശപ്പെടുത്തി എന്ന് പറയുന്ന ഹാരിസൺ മലയാളം കമ്പനി ഒരു കക്ഷിയാണ്. സ്വാഭാവികമായും വസ്തു വാങ്ങിയ, പൈസ കൊടുത്ത് വാങ്ങിയ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന ട്രസ്റ്റ് ഒരു കക്ഷിയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കുറ്റകരമായ ഒരു അനാസ്ഥ ഉണ്ടായിട്ടില്ലേ ഇവിടെ? തീർച്ചയായും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ സമ്മതിക്കേണ്ടി വരും. എന്തുകൊണ്ടായിരിക്കും സർക്കാർ, കാരണം നമ്മൾ ഈ പറയുന്നത് 1955-ൽ 4,51,000 രൂപ കൊടുത്തു വാങ്ങി എന്ന് പറയുമ്പോൾ ഇന്ന് ഇത്രയും വർഷം കഴിയുമ്പോൾ അതിൻ്റെ മൂല്യം, ആ 4 ലക്ഷം രൂപയുടെ മൂല്യം എന്ന് പറയുന്നത് ഇന്ന് ഈ വസ്തുവിനുള്ള വിപണന മൂല്യത്തിന് തത്തുല്യമായിരിക്കും. തീർച്ചയായും. അപ്പോൾ അത്രയും കോടികളുടെ ഒരു മുതൽ വേണ്ട എന്ന് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഭൂമിയെക്കുറിച്ച് നമുക്കറിയാം. എയർപോർട്ട് വരാൻ പോകുന്ന ഭൂമി എന്ന് പറയപ്പെടുന്ന ഒരു ഭൂമിയാണ്. അത് സർക്കാരിലേക്ക് ഏറ്റെടുക്കണമെങ്കിൽ വീണ്ടും സർക്കാർ കോടികൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു നിഷ്ക്രിയത്വം അല്ലെങ്കിൽ ഒരു അനാസ്ഥ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് താങ്കളുടെ ഒരു ചിന്ത? ഈ കേസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇതിലെ തർക്ക വിഷയത്തെ സംബന്ധിച്ച് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കൃത്യമായ തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് സർക്കാരിലേക്ക്. അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ഇപ്പം എല്ലാവർക്കും അത് കേട്ടിട്ടുണ്ടാവും. പല പ്രേക്ഷകരും അത് ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും, അറിയുന്ന ആളുകളുമായിരിക്കും. നമുക്കറിയാം, രാജമാണിക്യം റിപ്പോർട്ട് എന്ന ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. കേരള ലാൻഡ് റവന്യൂ കമ്മീഷണർ ആയിരിക്കെ അദ്ദേഹം കൊടുത്ത ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ അക്കമിട്ടു നിരത്തി ഈ ഭൂമി
സർക്കാരിൽ നിക്ഷിപ്തമായതും സർക്കാരിന് മാത്രം അവകാശപ്പെട്ടതുമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. ആരാണ് പരിഗണിക്കേണ്ടത്? ഈ റിപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുള്ളതും പരിഗണനയ്ക്ക് വരേണ്ടതും ആദ്യം ഈ കേസ് നടന്നിരുന്നത് കേരള ഹൈക്കോടതിയിലായിരുന്നു. അവിടെ പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയമായിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ട് തെറ്റാണെന്നും കേരള ഹൈക്കോടതി ഒരു സമയത്തും പറഞ്ഞിട്ടില്ല. കോടതി അത് പറഞ്ഞിട്ടില്ല. ലാൻഡ് റവന്യൂ കമ്മീഷനായി ഇദ്ദേഹത്തെ നിയമിച്ചിട്ടുള്ള ആ നടപടിക്രമങ്ങളിൽ ഉള്ള പോരായ്മകളാണ് അതിൽ പ്രതിപാദിക്കപ്പെട്ടു പോയിട്ടുള്ളത്. അതായത് സാങ്കേതികമായ ചില കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പരിഗണിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടുകയാണ്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കോടതിയിൽ മറുവാദം ഉയർത്തേണ്ടത് സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന പ്രോസിക്യൂഷൻ അല്ലേ? തീർച്ചയായും മറുവാദം ഉയർത്താം. അല്ലെങ്കിൽ ആ വന്നിട്ടുള്ള ആ ഒരു ഡിഫക്റ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ സർക്കാരിനത് എപ്പോൾ വേണമെങ്കിൽ ആ ഡിഫക്റ്റ് ക്യൂർ ചെയ്യാം, തിരുത്താമല്ലോ. ഏത് ഡിഫക്റ്റും ക്യൂറബിളാണ്. ഇതൊരു ക്യൂറബിൾ അല്ലാത്ത ഒരു ഡിഫക്റ്റ് അതിലില്ല. ഇദ്ദേഹം ആധികാരികമായി പഠനവിധേയമാക്കി കാര്യങ്ങൾ സംഗ്രഹിച്ചുകൊണ്ട് ഒരു നിർണയത്തിലെത്തുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ഘടകങ്ങൾ അതിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു നിർണായകമായ ഒരു നിലപാടിലേക്ക്, കണ്ടെത്തലിലേക്ക്, ഫൈൻഡിങ്സിലേക്ക് എത്തുന്നത്. ആ കണ്ടെത്തലുകൾ പൂർണ്ണമായി മാറ്റിവെക്കണമെന്ന് ഹൈക്കോടതി ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. അതിന് ഉണ്ടായ ഡിഫക്റ്റ് സർക്കാരിന് എപ്പോഴും ക്യൂർ ചെയ്യാം. ഇപ്പോൾ അത് നടന്നില്ല. ഇത് നമ്മളിത് പറയുമ്പോൾ ഇത് ഏത് കാലഘട്ടത്തിലാണ്? ഇപ്പോൾ കേസ് ഫയൽ ചെയ്തത് താങ്കളാണ്. ഇത് എങ്ങനെയാണ് താങ്കളുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുന്നതും ഇതുമായി ഒരു നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുവാൻ താങ്കൾ ഒരു തീരുമാനമെടുക്കുന്നത്? ഇത് ഇന്നൊരു ദിവസം തുടങ്ങിയ ഒരു പോരാട്ടമല്ല. വിവിധ സർക്കാർ ഏജൻസികളിൽ നമ്മൾ കാലാകാലങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് വിവരാവകാശം വെക്കുകയും പരാതികൾ കൊടുക്കുകയും CBI മുതൽ വിജിലൻസ്, ഗവൺമെൻറ്, ലാൻഡ് കമ്മീഷണർ എല്ലാവർക്കും, മുഖ്യമന്ത്രി എല്ലാവർക്കും നമ്മൾ പരാതി കൊടുത്തിരുന്നതാണ്. അപ്പോൾ അവരുടെ എല്ലാം മറുപടികൾ, എൻ്റെ കാലത്തെ മറുപടികൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത്ര ഏക്കർ ഭൂമി ഹാരിസൺ മലയാളത്തിൻ്റെ കൈവശം അനധികൃതമായിട്ടുണ്ടെന്ന് തന്നെയുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സർക്കാർ ഏജൻസികളിൽ സർക്കാർ മറുപടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിന് വേറെ നടപടികളൊന്നും വീണ്ടും മുമ്പോട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ആ ഇടയ്ക്കാണ് ചെറുപുള്ളി എസ്റ്റേറ്റിൻ്റെ കേസ് നമ്മുടെ പാലാ സബ് കോടതിയിൽ നടക്കുന്നത്. അതിനു മുമ്പ് ഹൈക്കോടതിയിൽ കേസ് നടന്ന സമയത്ത് ബഹുമാനപ്പെട്ട ദണ്ഡപാണി സാർ എനിക്ക് വേണ്ടി ഹാജരാകുകയും ഹൈക്കോടതി എന്നെ ഈ കേസിൽ ഇംപ്ലീഡ് ചെയ്യുകയും ചെയ്തു. കക്ഷി തുടർന്ന് പാലാ സബ് കോടതിയിൽ കേസ് വന്നപ്പോഴും ഞാൻ ആ കേസിൽ കക്ഷിയായിരുന്നു. പക്ഷേ തുടർന്ന് ഒരുപാട് സ്വകാര്യ വ്യക്തികളെ കേസിലേക്ക് കക്ഷി ചേർന്നപ്പോൾ ഇത് സർക്കാരും വേറൊരു സ്വകാര്യ വ്യക്തിയും തമ്മിലുള്ളൊരു ഇഷ്യൂ ആണ്. അപ്പോൾ അതിൽ ബാക്കി ഇംപ്ലീഡ് ചെയ്തവരെല്ലാം ഒഴിവാക്കി. പക്ഷേ നമ്മൾ ഈ കേസുകൾ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഈ കേസ് തള്ളിപ്പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് നമ്മൾ ക്രിമിനൽ കംപ്ലൈൻറ്റുമായിട്ട് നമ്മൾ മൂവ് ചെയ്ത്. ഇതിനൊരു ക്രിമിനൽ കോൺസെപ്റ്റ് ഉണ്ട്. സിവിൽ ഡിസ്പ്യൂട്ടാണ് പാലാ കോടതിയിൽ നടന്നത്. ഇതിന്റെ ഉടമസ്ഥാവകാശം, അതൊരു വസ്തുവിന്റെ ഉടമസ്ഥാവകാശം തമ്മിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഹാരിസണല്ല അതിനെ നിൽക്കുന്നത് ഗോസ്പൽ ഫോർ ഏഷ്യ ട്രസ്റ്റ് നിൽക്കുന്നതിനാൽ സിവിൽ നേച്ചറിലുള്ള അതിന്റെ ഉടമസ്ഥനാരാണെന്നുള്ള തർക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ട് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റൊരാൾക്ക് കക്ഷി ചേരാൻ സാധിക്കാതെ കക്ഷി ചേർന്നവരെല്ലാം ഒഴിവാക്കിയത്, കോടതി ഒഴിവാക്കിയത്. പക്ഷേ അവിടെ സർക്കാരിന്റെ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഇത് സർക്കാർ ഭൂമിയാണെന്ന് തെളിയിക്കുന്നതിനുള്ള നിർണായക ഇടപെടലുകളോ അല്ലെ രേഖകൾ സമർപ്പിക്കുന്നതിലൊക്കെ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ മനഃപൂർവ്വം പരാജയപ്പെടുത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ കാഞ്ഞിരപ്പള്ളി കോടതിയിൽ ഈ കേസുകൾ നടക്കുന്നത്. അപ്പോൾ കോടതി പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ഇതിനകത്ത് വന്നിരിക്കുന്ന സമർപ്പിച്ച രേഖകൾ 1955 ആണെന്ന ആധാരം അന്ന് സർക്കാരിന് വേണ്ടി BVK മേനോൻ ചീഫ് സെക്രട്ടറിയാണ് ഇത് ഒപ്പിട്ട് ആധാരം ചെയ്ത് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രേഖകളോടൊപ്പം തന്നെ ഇതിന് ഇന്ത്യൻ പ്രസിഡന്റ് അസന്റ് കിട്ടിയിട്ടുണ്ട്. അത് ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വസ്തു ഒരിക്കലും കൈമാറ്റം ചെയ്യാനോ വിൽക്കാനോ പാടില്ല. പക്ഷേ ഇത് ഹാരിസൻ്റെയിലാണ് ഈ ഭൂമിയുള്ളതിന് യാതൊരു തെളിവുകളുമില്ല. അവർക്ക് ഉടമസ്ഥ അവകാശമില്ല, അവർക്ക് വിൽക്കാനുള്ള അവകാശമില്ല. ഈ രേഖകളെല്ലാം ഇവർ വ്യാജമായിട്ട് നിർമ്മിച്ചാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു വസ്തു കൈമാറ്റം നടത്തുമ്പോൾ രണ്ടുപേരോടുമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതൊരു വസ്തു കൈമാറ്റം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കറിയില്ല, വലിയ ഏക്കർ കണക്കിന് ഭൂമിയുടെ അറിയില്ല, എങ്കിൽ പോലും സാധാരണ ഒരു മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ഒരു വസ്തു കൈമാറ്റം നടത്തുമ്പോൾ അതിനൊരു ആധാരം ഉണ്ടാവേണ്ടതാണ്, അതിനൊരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഉണ്ടാവേണ്ടതാണ്, അതിനൊരു കരമടച്ച രസീത് ഉണ്ടാവേണ്ടതാണ്, ബാധ്യതാ സർട്ടിഫിക്കറ്റ് ഉണ്ടാവേണ്ടതാണ് നമ്മൾ സാധാരണക്കാർ ചെല്ലുമ്പോൾ. അപ്പോൾ ഇതൊന്നുമില്ലാതെ എങ്ങനെ ഒരു കമ്പനിക്ക് ഒരു രജിസ്ട്രാർ ഓഫീസിൽ ഒരു ഭൂമി കൈമാറ്റം നടത്താൻ സാധിക്കുമെന്നൊരു ചോദ്യം സാധാരണക്കാരൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു രേഖകൾ അവർ ഹാജരാക്കിയിരുന്നു,
അവരുടെ കൈവശമുണ്ടോ? അവരുടെ കൈവശം അത്തരത്തിലുള്ള രേഖകളുള്ളതായിട്ട് ഇതുവരെ അറിവില്ല. പിന്നെ അതിന് കൈമാറ്റം ചെയ്യുന്നത് ഇത് കമ്പനികളുടെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു തരത്തിലേക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെയുള്ള പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്ത് ഇത് നിയമത്തിൻ്റെ ലൂപ്പ് ഹോളിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശമുള്ള ഒരു കമ്പനിയുടെ ഓഹരി വാങ്ങുന്നയാളുടെ കമ്പനിയിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. അപ്പോൾ അവിടെ ആധാരം വേണ്ട, കരമടച്ച രസീത് വേണ്ട, ബാധ്യതാ സർട്ടിഫിക്കറ്റ്, അങ്ങനെയാണോ സംഭവിച്ചിരിക്കുന്നത്? ഇല്ല, എന്തെങ്കിലുമൊക്കെ രേഖകൾ അവർ വ്യാജമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. രേഖകൾ ഉണ്ടെങ്കിൽ വ്യാജമാണെന്ന് നിങ്ങൾ തർക്കിച്ച് പറയുക. അവർക്ക് ആധാരം സർക്കാരിന്റെ പേരിൽ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ പേരിൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ ഈ ആധാരം, ഈ സർക്കാരിന്റെ കയ്യിലിരിക്കുന്ന ആധാരം അതിന്റെ സർട്ടിഫൈഡ് കോപ്പിയാണ് തോന്നുന്നു അല്ലെ? അതെ അതെ, അത് സർട്ടിഫൈഡ് കോപ്പിയാണ് ഇവിടെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ കൃത്യമായി പറയുന്നു നമ്പർ 4581/1955 നടന്നതാണെന്ന് പറയുന്നു. അപ്പോൾ അതിന്റെ സർട്ടിഫൈഡ് കോപ്പി നിങ്ങളുണ്ട്. അപ്പോൾ 1955 ആധാരം സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന ആധാരം നമ്മുടെ കയ്യിൽ, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചത്? ഇത് പബ്ലിക് ഡോക്യുമെന്റ് ആണ്. ഇത് സബ് രജിസ്റ്റർ ഓഫീസിൽ, കാഞ്ഞിരപ്പള്ളി സബ് രജിസ്റ്റർ ഓഫീസിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തെടുത്ത കോപ്പിയാണിത്. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത് ഈ കോപ്പി എടുക്കാം. കോപ്പി എടുത്താണ്. അത്രയും നിസ്സാരമായി ഒരു ലേമൻ. അതുപോലെ തന്നെ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യൻ പ്രസിഡന്റ്, ഇവിടെയുണ്ട് ഗസറ്റ് നോട്ടിഫിക്കേഷൻ. ഒന്ന് അങ്ങോട്ടൊന്ന് കാണിച്ചു. ഗസറ്റ് എക്സ്ട്രാ ഓർഡിനറി പബ്ലിഷ് ബൈ അതോറിറ്റി, അതായത് ഇന്ത്യൻ പ്രസിഡന്റ് കൊടുത്ത അസെന്റ് പ്രകാരം ഇതിന്റെ ബാക്കിൽ കാണിക്കുന്നുണ്ട് കോമ്പൻസേഷൻ ടു ദ വഞ്ചിപ്പുഴ മഠം. അന്നത്തെ കാലത്ത് ഉടമസ്ഥൻ ഇതാണ്, വഞ്ചിപ്പുഴ മഠം. വഞ്ചിപ്പുഴ മഠത്തിന്റെ നിന്നാണ് നമ്മളിത് ഏറ്റെടുത്തിരിക്കുന്നത്, ഗവൺമെന്റ് ഏറ്റെടുത്തത്. ഇവിടെ 4 കക്ഷികളുടെയാണ് പറയുന്നത്. ആ വിലയും അതിൽ തന്നെ ഉണ്ട്. ഈ ആധാരത്തിന് ആസ്പദമായ വില ഈ കോമ്പൻസേഷൻ ആണിത്. ലാൻഡ് അക്വയർ ചെയ്യാണ് ചെയ്യുന്നത് സർക്കാർ. അക്വിസിഷൻ ഈ ജന്മികളുടെ നിന്ന് സർക്കാർ ഏറ്റെടുക്കുന്നു. അതിന് കൊടുത്ത നഷ്ടപരിഹാര സംഖ്യയാണ് ഈ പറഞ്ഞ 4,16,358 രൂപ. ഇതേ റെഫറൻസ് താങ്കൾക്ക് നേരത്തെ കാണിച്ച ആ ഡോക്യുമെന്റിലും കാണാം. ഈ ഡോക്യുമെന്റിലും ഇത് റെഫർ ചെയ്തിട്ടുണ്ട്. അന്നത്തെ ഈ വഞ്ചിപ്പുഴ മഠത്തിലെ അവകാശികളായിരുന്ന ആളുകളാണ് ആ ആധാരത്തിലെ ഒന്നാം കക്ഷി. നമ്മൾ ആധാരം ചെയ്യുമ്പോൾ അങ്ങനെയാണ്, ഒരു 2 കക്ഷികളുണ്ടാവും. ഒന്നാം കക്ഷി വസ്തു കൊടുക്കുന്നയാൾ, രണ്ടാം കക്ഷി വാങ്ങുന്നയാൾ സർക്കാരിന് വേണ്ടി BVK മേനോൻ, അദ്ദേഹം അന്ന് ചീഫ് സെക്രട്ടറി. അതായത് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തനം വരുമെങ്കിലും ആവർത്തിക്കുകയാണ്, 2000-ൽ പരം ഏക്കർ ഭൂമി 1955 ഒരു സ്വപ്ന സമാനമായ പ്രതിഫലമെന്ന 4,16,000 രൂപ കൊടുത്ത് സർക്കാരിൻ്റെ അധീനതയിലും ഉടമസ്ഥാവകാശത്തിലും ആക്കുന്നു. അതിനുശേഷം ഉത്തരേന്ത്യൻ കമ്പനികൾ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ ഉടമകൾ കൈകാര്യം ചെയ്യുന്ന കമ്പനികളുടെ കൈവശത്തിലേക്ക് ഈ വസ്തു എത്തി 10-70 വർഷത്തിനപ്പുറവും ഒരു കാര്യക്ഷമമായ ഇടപെടലും ഈ ഭൂമി തിരിച്ചു പിടിക്കുവാൻ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇത് വീണ്ടും കൈമാറ്റം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. നിയമത്തിൻ്റെ പഴുതുകളാണ് അതിനുവേണ്ടി ഉപയോഗിക്കപ്പെട്ടത്. ഇപ്പോഴും കോടതിയിൽ പോലും ഒരു പോരാട്ടം നടത്തുവാൻ സർക്കാർ തയ്യാറാവുന്നില്ലാത്ത പശ്ചാത്തലത്തിൽ നിങ്ങൾ മുമ്പോട്ട് വന്നിരിക്കുകയാണ്. ഇനി ഇപ്പോൾ നിങ്ങൾ കാഞ്ഞിരപ്പള്ളി കോടതിയിൽ നടത്തിയ ഇടപെടലിനെ കുറിച്ച് ചോദിക്കാമെങ്കിൽ, ഈ കോടതി ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. ഒന്ന് എരുമേലി പോലീസ് സ്റ്റേഷനിലാണ്, രണ്ടാമത്തേത് മണിമല പോലീസ് സ്റ്റേഷനിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 പോലീസ് സ്റ്റേഷനിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത്? ഇത് ഓരോ ക്രൈം നടന്നിട്ടുള്ള ഈ 2 ഭൂമികളും കിടക്കുന്നത് 2 പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ്. ജൂറിസ്ഡിക്ഷൻ വലിയ വാസ്റ്റ് എക്സ്റ്റെന്റ് ഓഫ് ഏരിയ അധികാര പരിധിയിലാണ്. അതായത് മണിമലയിലും എരുമേലിയിലുമായിട്ടാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ മണിമല പോലീസ് സ്റ്റേഷന്റെയും എരുമേലി പോലീസ് സ്റ്റേഷന്റെയും അധീനതകളിലായിട്ടാണ് ഈ ഭൂമി നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേസ്. ഈ കേസിൽ ഇപ്പോൾ പ്രതികളായിട്ടുള്ളത് എന്ന് പറയാവുന്നത് ഹാരിസൺ മലയാളം കമ്പനിയുണ്ട്. ഹാരിസൺ മലയാളം കമ്പനിയുടെ ഉടമകൾ 2 പേരുണ്ട്. അതായത് സഞ്ജീവ് ഗോയങ്ക, ഹർഷ് ഗോയങ്ക, പിന്നെ ഹാരിസൺ മലയാളം കമ്പനിയുടെ അന്നത്തെ ഡയറക്ടർമാർ. പിന്നീടുള്ളത് ഗോസ്പൽ ഫോർ ഏഷ്യ, റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. ഇവിടെ ഹാരിസൺ മലയാളം കമ്പനിയെ കുറിച്ച് നമുക്കറിയാം, പബ്ലിക് ഡൊമൈനിൽ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം അവൈലബിൾ ആണ്. ഈ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന് പറയുന്നത് ഒരു വ്യാജ ട്രസ്റ്റാണ് എന്നൊരു അവകാശവാദവും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കാരണം എൻ്റെ ധാരണയനുസരിച്ച് ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന് പറയുന്നത് KP യോഹന്നാൻ അധ്യക്ഷനായിരുന്ന നമ്മുടെ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിൻ്റെ എല്ലാം ഉടമസ്ഥത വഹിക്കുന്ന ഒരു സഭയുടെ കീഴിലുള്ളതാണ്. ഞങ്ങളുടെ അറിവിൽ അങ്ങനെ ഒരു ട്രസ്റ്റ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. നമ്മളെവിടെ സെർച്ച് ചെയ്താലും നമുക്ക് കിട്ടത്തില്ല.
ഗോസ്പൽ ഫോർ ഏഷ്യ എന്നൊരു ട്രസ്റ്റ് ഇന്ത്യയിൽ നിലവിലില്ല. വിദേശത്തുണ്ട്, പക്ഷേ അതൊരു INC ആണ്, ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയാണ്. അതായത് വിദേശ രാജ്യങ്ങളിലുണ്ട്. നിങ്ങൾ പറയുന്നത്, പക്ഷെ അപ്പൊ ഈ കൈമാറ്റ രേഖകളിൽ ഗോസ്പൽ ഫോർ ഏഷ്യ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു വിദേശ കമ്പനിക്ക് നമ്മുടെ രാജ്യത്ത് എന്ത് സംഭവിച്ചാലും കൃഷിയിടങ്ങൾ വാങ്ങാൻ പറ്റില്ല എന്നാണ് ഞങ്ങളുടെ വാങ്ങാൻ പറ്റത്തില്ല. അതായത് ഒരു വിദേശ പൗരന്, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ പോലും, അതായത് വേറൊരു രാജ്യത്തെ പൗരത്വമുള്ള ഇന്ത്യക്കാരന് പോലും അങ്ങനെ കൃഷിയിടങ്ങൾ വാങ്ങാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ, ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് നടക്കുമ്പോൾ സ്വാഭാവികമായും അതിന് പിന്നിൽ വൻ ഗൂഢാലോചന ഉണ്ടെന്ന് മാത്രമല്ല, ഇതിലും വലിയ വിരോധാഭാസങ്ങളുണ്ട്. 2005 ഇവര് ഈ വ്യാജരേഖ ഉണ്ടാക്കി ഭൂമി വിൽക്കുമ്പോൾ ഹാരിസൺ മലയാളത്തിന്റെ 40% ഷെയർ എന്ന് പറയുന്നത് UK രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയുണ്ട്, മലയാളം ഹോൾഡിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. മലയാളം പ്ലാന്റേഷൻസ് ഹോൾഡിംഗ്സ് ലിമിറ്റഡ് UK രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയാണ്. അങ്ങോട്ടാണ് അതിന്റെ 40% ഷെയർ അവർക്കാണ്, ബ്രിട്ടീഷ് കമ്പനിക്കാണ്. അതിന്റെ 100% ഷെയർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ വ്യക്തിക്കാണ്. അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനെ അല്ല, അയാൾ ഒരു ബ്രിട്ടീഷ് സിറ്റിസൺ ആണ്. ആ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് വെസ്റ്റ്ലാൻഡിലാണ്, അതായത് UK അതായത് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഒരു പാർട്ടായിട്ടുള്ള ഒരു ഐലൻഡിന്റെ അഡ്രസ്സിലാണ് ആ ഒരു കമ്പനി. അതൊരു ഷെൽ കമ്പനിയാണ്, യുടെ പാർട്ടല്ല, കിങ്ങിന്റെ സംരക്ഷണയിൽ ഒരു ഐലൻഡ്. അപ്പൊ എന്റെ ഒരു സംശയം എന്ന് പറയുന്നത്, നമ്മുടെ കേരള പോലീസ് പോട്ടെ, ഈ എരുമേലി മണിമല പോലീസ് സ്റ്റേഷനിലുള്ള SHOമാർ അന്വേഷിച്ചാൽ പരിഹാരം കാണാവുന്ന ഒരു കേസാണോ ഇത്? ഇതിലെ വ്യാജരേഖ ചമയ്ക്കലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇവരുടെ അന്വേഷണ പരിധിയിൽ പെടുന്നതാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങൾക്ക് കൂടുതൽ സമഗ്രമായ അന്വേഷണം ആവശ്യമുണ്ടെങ്കിൽ സർക്കാരിന് അതിനുള്ള നടപടിയെടുക്കാനുള്ളൊരു ചൂണ്ടുപലകയാവട്ടെ. പക്ഷേ ഈ കേസിൽ പോലും ഇവിടെയും സർക്കാർ ഒരു പ്രതിസ്ഥാനത്ത് വരികയോ അല്ലെങ്കിൽ സർക്കാരിന് മേൽ എന്തെങ്കിലും ഒരു ആക്ഷേപം ഉയരുകയോ ചെയ്തില്ല. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിന് വേണമെങ്കിൽ ഇടപെടൽ നടത്താതിരിക്കാം, അല്ലെങ്കിൽ കേസിന്റെ അന്വേഷണം അനന്തമായി നീങ്ങാം. കാരണം നമ്മൾ എത്ര കണ്ണടച്ച് പാല് കുടിച്ചാലും ഈ ഒരു കാര്യത്തിന്റെ ഇത്രയും വിവരങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് പിണറായി വിജയന്റെ 1ാം സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് തോന്നുന്നു, അല്ലേ? കേസുകൾ കോടതിയിലേക്ക് എത്തുന്നതും സ്ഥാപിക്കാൻ സാധിക്കാതെ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വൻകിട ഇടപെടലുകൾ നടന്നിട്ടുണ്ടാവാം. അപ്പോൾ മുൻപോട്ട് ഈ പോരാട്ടം എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? എന്താണ്, ഞങ്ങളുടെ കേസിൽ നല്ല സാക്ഷികളുണ്ട്. അവരുടെ പേരുകൾ പറയുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കത്തില്ല, അത് വേണ്ട. അപ്പോൾ ആ സാക്ഷികളുടെ റിപ്പോർട്ടുകളും മൊഴികളും ഒക്കെ വരട്ടെ. ആവശ്യത്തിനുള്ള തെളിവുകളും ഡോക്യുമെന്റ്സും എല്ലാം ഞങ്ങൾ ഹാജരാക്കാൻ റെഡിയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നിങ്ങളിൽ നിന്ന് മൊഴിയെടുക്കണമെന്ന് നിർബന്ധമില്ല, അന്വേഷണം അനന്തമായി നീളാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോടതി വഴി കൂടുതൽ എന്തെങ്കിലും ഇടപെടൽ നടത്തുവാനുള്ള ഒരു അവകാശം ഈ കേസിലെ പ്രാഥമിക പരാതിക്കാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ലഭിക്കുമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഇടപെടാൻ സാധിക്കും. ഈ പോരാട്ടവുമായി നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഉയരുന്നൊരു ചോദ്യം, ഒരു സർക്കാരിനെ അധീനതയിൽ നിർത്താൻ കഴിയാവുന്നവർക്ക് നിങ്ങളെയൊക്കെ സെറ്റിൽ ചെയ്യാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും അതുണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊരു ഞാൻ എൻ്റെ വളരെ, അതായത് നമ്മളൊരു വിഷയം കണ്ടെത്തി അതിലേക്ക് മുമ്പോട്ട് പോയി ഒരു സെറ്റിൽമെന്റിന്റെ ഭാഗമായി മാറുവാൻ ആഗ്രഹിക്കുന്നതിന്റെ പേരിലുള്ള എന്താ നമ്മൾ പറയുന്നത്, ഒരു ഗോൾഡ് ഡിഗർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണോ? ഇതൊരിക്കലും പിന്നെ പുറകോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കേസ് ഓൾറെഡി ചാർജ് ചെയ്തു, സാക്ഷിപ്പട്ടികകൾ സമർപ്പിച്ചു കഴിഞ്ഞു, മൊഴി എടുത്തുകൊണ്ടിരിക്കുന്നു. കേസ് എന്തായാലും 100% മുമ്പോട്ട് തന്നെ പോകും. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറാതെ ഈ പോരാട്ടം നടത്തുമെന്നാണ് പറയുന്നത്. സർക്കാരിലേക്ക് ഈ ഭൂമി തിരിച്ചു വരണം. ഇത് പൊതുജനങ്ങളുടെ സ്വത്താണ്, പൊതുജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഈ പോരാട്ടം വിജയം കാണട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസകളും ഞങ്ങളുമായി സമയം പങ്കിട്ടതിന് ഏറെ നന്ദി. താങ്ക് യു.